വിശദമായ വാർത്തകളിലേക്ക്. മുതിർന്ന കോൺഗ്രസ് നേതാവ് തലേക്കുന്നിൽ ബഷീർ അന്തരിച്ചു. തിരുവനന്തപുരം വെമ്പായത്തെ വീട്ടിൽ പുലർച്ചെയായിരുന്നു അന്ത്യം. 77 വയസ്സായിരുന്നു. ഹൃദ്രോഗത്തെ തുടർന്ന് ഏറെ നാളായി വിശ്രമത്തിലായിരുന്നു. വിശദാംശങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ സുതാര്യ മുഖം തന്നെയാണ് നഷ്ടമായിരിക്കുന്നത്. എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? എന്താണ് വിശദാംശങ്ങൾ? സെമി, ഇന്ന് വെളുപ്പിനെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്. സെമി സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു കാലഘട്ടത്തെ പ്രധാന നേതാവായിരുന്നു തലേക്കുന്നിൽ ബഷീർ. അദ്ദേഹം ഹൃദ്രോഗബാധിതനായിരുന്നു, വിശ്രമത്തിലായിരുന്നു. തുടർന്ന് 2 ദിവസം മുമ്പാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്നും തിരികെ വീട്ടിലെത്തിച്ചത്. തുടർന്നാണ് ഇന്ന് വെളുപ്പിനെയോടെ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്. 1977 ആണ് അദ്ദേഹം ആദ്യമായി നിയമസഭാംഗമായത്. പിന്നീട് അദ്ദേഹം നിയമസഭാംഗം, ലോക്സഭാംഗം, രാജ്യസഭാംഗം തുടങ്ങി പാർലമെന്ററി തലത്തിന്റെ വിവിധ ഇടങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. 1977 കഴക്കൂട്ടത്ത് നിന്നും നിയമസഭാംഗമായി. പക്ഷേ അദ്ദേഹം AK ആന്റണി മുഖ്യമന്ത്രിയായി വന്നപ്പോൾ AK ആന്റണിക്ക് വേണ്ടി അദ്ദേഹം നിയമസഭാംഗത്വം ഒഴിഞ്ഞുകൊടുത്തു, രാജിവെക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം രാജ്യസഭാംഗമായി. പിന്നീട് പലവട്ടം ചെറിയൻകീഴ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം 3 തവണ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം ദീർഘകാലമായി അദ്ദേഹം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ദീർഘകാലം. ഏകദേശം 9 വർഷത്തോളം അദ്ദേഹം KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരം DCC പ്രസിഡന്റായി അദ്ദേഹം 1980 മുതൽ 89 വരെ പ്രവർത്തിച്ചു. മറ്റ് കോൺഗ്രസിന്റെ മറ്റ് വിദ്യാർത്ഥി തലത്തിലും യുവജന സംഘടനാ തലത്തിലുമൊക്കെ സജീവമായി ഇടപെടൽ നടത്തിയ വ്യക്തി കൂടിയാണ് തലേക്കുന്നിൽ ബഷീർ. അന്തരിച്ച പ്രമുഖ നടൻ പ്രേം നസീറിന്റെ സഹോദരിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ഏറെ നാളായി അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വിശ്രമത്തിലായിരുന്നു. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുക. എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന മുഖമാണ് തലേക്കുന്നിൽ ബഷീർ എന്നതിനെയാണെന്നോടെ ഇല്ലാതാവും. സജിത്ത്, അതുപോലെ തന്നെ KSU, യൂത്ത് കോൺഗ്രസ് എന്നിവയിലൂടെ പ്രവർത്തിച്ച KPCC ആക്ടിംഗ് പ്രസിഡന്റ് ചുമതല വരെ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംഘടന മികവിനെ ഏത് രീതിയിൽ നമുക്ക് ഓർത്തെടുക്കാം? കോൺഗ്രസിന്റെ എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു തലേക്കുന്നിൽ ബഷീർ. AK ആന്റണിയുടെ വിശ്വസ്തനായിരുന്നു. അങ്ങനെയാണ് ആന്റണിക്ക് വേണ്ടി അദ്ദേഹം കഴക്കൂട്ടത്തുനിന്ന് രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. തുടർന്ന് അദ്ദേഹം രാജ്യസഭയിലെത്തി, പിന്നീട് ലോക്സഭയിലെത്തി. അങ്ങനെ പാർലമെന്റ് തലത്തിൽ, ദേശീയ തലത്തിൽ തന്നെ സജീവമായി ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തി അദ്ദേഹം മാറുകയാണ് ചെയ്തത്. വിദ്യാഭ്യാസ കാലം അദ്ദേഹത്തിന് ആരംഭിക്കുന്നത് തിരുവനന്തപുരം മാറുവാര്യത്തിലായിരുന്നു അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസം. തുടർന്ന് അപ്പോൾ തന്നെ അദ്ദേഹം സജീവമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ട്. ഒപ്പം കോൺഗ്രസ് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം വരുന്നതും. തുടർന്ന് അദ്ദേഹം യൂത്ത് കോൺഗ്രസ്, KSU യൂത്ത് കോൺഗ്രസ്, അങ്ങനെ പതിയായി സംഘടനാ തലത്തിൽ ഉയരുകയായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് അദ്ദേഹം പാർട്ടി നേതൃത്വത്തിലേക്ക് വരികയും ഏകദേശം 1980 മുതൽ 89 വരെ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, DCC പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നീട് KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം പിന്നീട് വീണ്ടും KPCCയുടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നു. ഈ വൈസ് പ്രസിഡന്റായി അദ്ദേഹം ദീർഘനാളുകൾ പ്രവർത്തിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ സംഘടനാ തലത്തിലുള്ള വലിയൊരു പ്രത്യേകത. 2012 വരെ അദ്ദേഹം KPCCയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയും 16 വരെ അദ്ദേഹം KPCC വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയും ചെയ്തു. ഈ തരത്തിൽ സംഘടനാ തലത്തിലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തരത്തിൽ ഇടപെടൽ നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം. നിരവധി പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. മണ്ടേലയുടെ നാട്ടിൽ, ഗാന്ധിജിയുടെയും ഒപ്പം തന്നെ രാജീവ് ഗാന്ധിയെ കുറിച്ചുള്ള പുസ്തകം. ഈ തരത്തിൽ കോൺഗ്രസിന് സംഘടനാ തലത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ശക്തിയായ ഒരു നേതാവായിരുന്നു തലേക്കുന്നിൽ ബഷീർ. സജിത്ത്, പാർട്ടിക്ക് വേണ്ടി സ്ഥാനമൊഴിഞ്ഞ ഒരു നേതാവ് കൂടിയായിരുന്നു തലേക്കുന്നിൽ ബഷീർ. അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ നമുക്ക് ഏത് രീതിയിൽ ഈ സമയം ഓർത്തെടുക്കാം? ഒരു പക്ഷേ പുതിയ തലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇല്ലാത്ത ഒരു വലിയ ക്വാളിറ്റി ഉള്ള വ്യക്തി ആണ് തലേക്കുന്നിൽ ബഷീർ എന്ന് നിസ്സംശയം പറയാം, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. കാരണം കോൺഗ്രസിൽ പൊതുവിൽ സ്ഥാനമാനങ്ങൾക്ക് പിറകെ നടക്കുന്നവരുടെ നീണ്ട നിരയുള്ളപ്പോഴും സ്ഥാനം ത്യജിച്ചു നിൽക്കാൻ തലേക്കുന്നിൽ ബഷീറിന് കഴിഞ്ഞു എന്നതാണ് പ്രത്യേകത. അദ്ദേഹം പാർട്ടി തീരുമാനപ്രകാരം 1977 കഴക്കൂട്ടത്ത് നിന്ന് രാജിവെക്കുന്നു. ഒരു എതിർപ്പുകളും ഉന്നയിക്കാതെ അദ്ദേഹം രാജിവെച്ചു. നിയമസഭാംഗത്തിൽ രാജിവെച്ചു. മുഖ്യമന്ത്രിയായി AK ആന്റണിക്ക് വേണ്ടി.
പിന്നീട് അദ്ദേഹം രാജ്യസഭയിലെത്തി, 3 തവണ ലോക്സഭയിലെത്തി. അതിനുശേഷം അദ്ദേഹം സംഘടനാ തലത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ റിട്ടയർമെന്റ് പാർലമെന്ററി ജീവിതത്തിൽ ആവശ്യമാണോ എന്ന നിലപാട് പരസ്യമായി പറഞ്ഞ വ്യക്തിയാണ് തലേക്കുന്നിൽ ബഷീർ. ആ തരത്തിൽ വളരെ ശക്തമായ ഇടപെടൽ നടത്തിയ വ്യക്തിയുമാണ്. അങ്ങനെ പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അത്രയധികം പ്രധാനപ്പെട്ട ഇടപെടൽ നടത്തുകയും തലമുതിർന്ന നേതാവ് കൂടിയായിരുന്നു തലേക്കുന്നിൽ ബഷീർ. ആരോഗ്യ പ്രശ്നങ്ങളാൽ മൂലം അദ്ദേഹം സജീവ രാഷ്ട്രീയ ഇടപെടലിൽ നിന്ന് കുറച്ചു നാളുകളായി വിട്ടുനിൽക്കുകയായിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ടായി. സജിത്ത, ചിറയൻകീഴിൽ നിന്ന് 2 തവണയാണ് അദ്ദേഹം ലോക്സഭാ അംഗമായത്. മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ, ആ കാലഘട്ടത്തെ എങ്ങനെ ഓർക്കുന്നു? ചിറയൻകീഴ് കോൺഗ്രസിന്റെ ഒരു ശക്തമായ കോട്ടയായി ചിറയൻകീഴിനെ മാറ്റിയെടുക്കുന്നത് തലേക്കുന്നിൽ ബഷീറാണ്. അദ്ദേഹം തുടർച്ചയായി അവിടെ പാർലമെന്റ് അംഗമായി വിജയിക്കുന്നു. അന്ന് CPM-ന്റെ പ്രമുഖ നേതാവ് AKGയുടെ ഭാര്യ സുശീല ഗോപാലിനെ അടക്കം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോൽപ്പിച്ചു. അവിടെ ചിറയൻകീഴിൽ തോൽപ്പിച്ചു. പിന്നീട് സുശീല ഗോപാലൻ തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സമ്പത്തിനോടാണ് ഏറ്റവും ഒടുവിൽ തലേക്കുന്നിൽ ബഷീർ അവിടെ തെരഞ്ഞെടുപ്പ് പരാജയം നേരിടുന്നത്. പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നിട്ടുമില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഒരു ചരിത്രം. ഈ ചിറയൻകീഴ് മേഖല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വളരെ ശക്തിയുള്ള ഒരു മേഖലയായിരുന്നു. പക്ഷെ അവിടെ തുടർച്ചയായി വിജയിച്ച് ശക്തി തെളിയിക്കാൻ തലേക്കുന്നിൽ ബഷീറിന് കഴിഞ്ഞു എന്നതാണ് അതിന്റെ പ്രത്യേകത. ഒരുപക്ഷെ തലേക്കുന്നിൽ ബഷീറിന് ശേഷം ദീർഘകാലം ഈ ചിറയൻകീഴ് മണ്ഡലവും പിന്നീട് പേരുമാറി ആറ്റിങ്ങൽ മണ്ഡലവുമായ ആ ലോക്സഭാ മണ്ഡലം പൂർണ്ണമായും ഇടത് തുടർച്ചയായി അവിടെ ഇടതുപക്ഷ പാർട്ടികൾ ജയിക്കുക, പ്രത്യേകിച്ച് CPM സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ തലേക്കുന്നിൽ ബഷീറാണ് അതിനു മുമ്പ് തുടർച്ചയായി അവിടെ ജയിച്ചു വന്നത്. എന്തായാലും ചിറയൻകീഴ് എന്ന ഒരു പ്രദേശത്തിന്റെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അതിന്റെ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി വലിയ ഇടപെടൽ നടത്തിയ വ്യക്തിയാണ്. ഈ തരത്തിലൊക്കെ ലോക്സഭാംഗമായും അദ്ദേഹത്തിന്റെ ഇടപെടൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു മണ്ഡലത്തിന്റെ പരിധിയിൽ നിന്നപ്പുറം ദേശീയ തലത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനും അത് കൃത്യമായി തന്നെ സഭാതലങ്ങളിലൊക്കെ കൊണ്ടുവരാനും തലേക്കുന്നിൽ ബഷീർ നടത്തിയ ഇടപെടലുകൾ ഏറെ ശ്രദ്ധേയമാണ്. അത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് അന്യമായ സുതാര്യത, ഒപ്പം തന്നെ നിലപാടിലെ പ്രത്യേകത, ഇതൊക്കെ തലേക്കുന്നിൽ ബഷീറിന്റെ പ്രത്യേകതയായിരുന്നു. ശരി സജിത്ത്.